ഹലോ ഗായ്സ്, ഇന്നൊരു ലോങ് വീഡിയോ ആണ്. ഇത് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് പറ്റുന്ന അത്ര തന്നെ എടുക്കാം. എത്രത്തോളം നന്നാവും എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്നെക്കൊണ്ട് കഴിയുന്നതിന് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കൂടുതൽ ഷോർട്ട് വീഡിയോയിൽ ഇടുന്നത്. ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അത് നമുക്ക് പറയാം. അതിൻ്റെ മുമ്പ് ഞാനിന്ന് വീഡിയോ എടുത്ത ഒരു കാര്യം കണ്ടാണ്. എൻ്റെ വീട്ടിൽ കണ്ട രണ്ടും കൂടി അടിയാണ്. ഇത് അമ്മേനെ നെറ്റി സിന്ദൂരം ഇട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള ഇതാണ്. ചേച്ചി സിന്ദൂരം ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അമ്മേന് വേണ്ട, അത് വേണ്ട, അങ്ങനെ എന്തോ അടികൂടിയാണ് രണ്ടും കൂടി. ചുമ്മാ തമാശയ്ക്ക് എൻ്റെ കാണിക്കും കേട്ടോ. അന്നേരം ഇന്ന് ഞങ്ങൾ ലിയോക്കുട്ടനെ മാമോദീസ കേട്ടോ. അങ്ങനെ അതിന് പോകാൻ വേണ്ടിയാണ്. വൈകുന്നേരം മാമോദീസ നമ്മൾ രാവിലെ പോകാമെന്ന് ചോദിച്ചാൽ അങ്ങോട്ടേക്ക് ഞാൻ ജസ്റ്റ് ഇങ്ങനെ മുടിയൊക്കെ ഏടിയത് കൊണ്ടിട്ട് വെച്ചിട്ടാണ്. പോകുമ്പോൾ നമുക്ക് വൈകുന്നേരം ഒരുങ്ങി പോകാൻ നേരം ഇത് ലിയോയ്ക്ക് നമ്മൾ മേടിച്ച സൈക്കിളാണ്. ചേച്ചി മേടിച്ചത് കേട്ടോ അവനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അന്നേരം അതൊക്കെ നമ്മൾ ഈ സൈക്കിൾ നമുക്ക് ഇതിൻ്റെ കൊണ്ടുപോകണം. അതാണ് വലിയ ടാസ്ക് ഉണ്ട്. ആ നേരത്തെ അടിപൊളി ആൾക്കാരാണ് ഈ സ്നേഹത്തോടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാനിത് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് നിന്നത് കേട്ടോ. ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് നിന്നിട്ട് വീഡിയോ എടുത്ത കേട്ടോ. അത് കുറേ നേരം കാത്തിട്ടാണ് വണ്ടി വന്നത് കേട്ടോ. അങ്ങനെ ഹോട്ടലിൽ നമുക്ക് ഏറ്റവും വലിയ ടാസ്ക് ഈ സാധനം സൈക്കിൾ എങ്ങനെ കൊണ്ടുപോകുന്നുള്ള കേട്ടോ. ചേച്ചി അതാട്ടോ ആലോചിക്കുന്നത്. അവളിങ്ങനെ അത് പൊക്കിക്കൊണ്ട് പോവുകയാണ്. ഞാൻ കളിയാക്കോടെ ബാക്കിക്കൂടെ പോയിട്ട് ഇതെങ്ങനെ വെക്കും ചേട്ടാ ഇത് വെക്കണം, ബാക്കിൽ എങ്ങനെ വെക്കാൻ പറ്റുമോ ചേട്ടാ? അങ്ങനെ വെക്കാൻ പറ്റില്ല, ഇരുന്നിട്ട് മടിയിൽ വെച്ചാൽ മതിയെന്നോ. അങ്ങനെ പിന്നെ നമ്മൾ അങ്ങനെ ആട്ടോ വെച്ചുകൊണ്ട് പോയത്. അല്ല നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ എന്തായാലും. അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മാമിയും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഉണ്ടായിരുന്നു രാവിലെ തൊട്ട് തന്നെ. ലിയോ ഓൾറെഡി സൈക്കിൾ കണ്ടിട്ടുണ്ട്. കാരണം ഈ സൈക്കിൾ വന്ന് അന്ന് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് ലിയോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം അന്ന് അവൻ കണ്ടായിരുന്നു. പക്ഷെ അന്ന് അവൻ ഇരുന്നില്ലായിരുന്നു കേട്ടോ. അവൻ ഇരിക്കാൻ വേണ്ടി പേടിയാണ്. ഇവിടെ ഇതാണ് നമ്മൾ ലിയോ കുട്ടി, ഇതാണ് മാമോദീസക്കാരൻ. അവനിപ്പോൾ 1 വയസ്സ് കഴിഞ്ഞു കേട്ടോ. ഇതാണ് ലിയോ കുട്ടി കേട്ടോ. അവളിങ്ങനെ മിണ്ടാതെ ഇരിക്കും കേട്ടോ. അവളിങ്ങനെ കുറച്ചിണങ്ങി വരും. കുറച്ച് പാടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇണങ്ങിയൊക്കെ വന്നാൽ ലിയോ ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ പുള്ളിക്കാരൻ. നമ്മളിവിടെ അവിടെ ചെന്നപ്പോഴേക്കും ഇങ്ങനെ സ്റ്റേജൊക്കെ ഡെക്കറേഷൻ ചെയ്യുന്ന അവിടെ ഡെക്കോറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാവരും ഇങ്ങനെ സംസാരിക്കണം. അമ്മമാർ മൊത്തം പുറത്തിരുന്ന് സംസാരിക്കുമായിരുന്നു. അവരിങ്ങനെ സ്റ്റേജിൽ സാധനം ചെറുതായിട്ടോ. നമ്മൾ വലിയ നമ്മൾ ഫാമിലി ആൾക്കാർ മാത്രമേ ഉള്ളൂ. അവൻ്റെ ഫ്രണ്ട്സും ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് എൻ്റെ മാമൻ്റെ മോൻ്റെ കൊച്ചിൻ്റെ കേട്ടോ. ലിയോ എന്ന് പറയുന്നത് മാമൻ്റെ മോൻ്റെ കൊച്ചാണ് ലിയോ. അന്നേരം അധികം പേരൊന്നുമില്ല, നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ റെഡി ആക്കുക കേട്ടോ. അവിടെ ഡെക്കോറൊക്കെ ചെയ്യുവാണ്. അങ്ങനെ ലിയോ കുട്ടൻ ഫുൾ ഹാപ്പി ആയിരുന്നു. അവനിപ്പോൾ 1 വയസ്സ് കഴിഞ്ഞു കേട്ടോ. അവന് 1 വയസ്സിൻ്റെ അന്ന് നടത്താൻ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ബർത്ത്ഡേയും മാമോദീസയായിട്ട്. പക്ഷെ അന്ന് പറ്റില്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം നമുക്ക് അത് മാറ്റി വെക്കേണ്ടി വന്നു കേട്ടോ. ഭയങ്കര ഇതായിരുന്നു. ആൾക്കാരൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഫുള്ളിങ്ങനെ വൈബിൽ ഇരിക്കുമായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കുമായിരുന്നു. ചേച്ചി കണ്ടില്ല കേട്ടോ, ഞാനിങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു. ചേച്ചിയാണ് പറയല്ല, കാരണം അവൾക്ക് വീഡിയോയിലേക്ക് വരാൻ ഭയങ്കര മടിയാണ്. ഞാനിങ്ങനെ അവൾ അറിയാതെ എടുക്കുന്ന വീഡിയോസും പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാത്രം പുള്ളിക്കാരി ഇങ്ങനെ വീഡിയോസിലൊക്കെ വരത്തുള്ളൂ. ഞാൻ ലിയോയാണ്, ലിയോയുടെ അമ്മാമ്മയുടെ ഇത് എൻ്റെ ഏറ്റവും ഇളയ അനിയനാട്ടോ. സ്വന്തം അനിയനെ പോലെ തന്നെയാണ്. അത് ലിയോയുടെ ചെറിയച്ഛനാട്ടോ, ഏറ്റവും ഇളയ. അവന് 3 മക്കളാട്ടോ മൊത്തം ഉള്ളത് അവിടെ. അന്നേരം മൂത്തവൻ്റെ കൊച്ചാണ് ലിയോ എന്ന് പറയുന്നത്. ഇനി 2 പേരുണ്ട്. ഞാൻ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് അന്നത്തേക്ക് ഫുള്ളിങ്ങനെ റെഡിയാക്കി കേട്ടോ. അവിടെ ഫുള്ളിങ്ങനെ ഡെക്കോറൊക്കെ ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ലിയോ ആണ് ഫുഡ് കഴിക്കട്ടെ. അവന് ഇങ്ങനെ അവൻ്റെ അമ്മ കൊടുത്താൽ മാത്രമേ ഫുഡ് കഴിക്കത്തില്ല, ബാക്കി ആര് കൊടുത്താലും അവൻ കഴിക്കും. അത് മതിലിൽ ജനലിൽ അവിടെ നിന്നിട്ട് ഫുഡ് കഴിക്കുന്നത്. നീക്കുട്ടി അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നു, അവൻ പുറത്ത് നിന്ന് ഫുഡ് കഴിക്കുന്നു. 2-3 പിടി മാത്രമേ കഴിച്ചിട്ടുള്ളായിരുന്നു. കാരണം അവൻ ഭയങ്കര മടിയാണ് ചോറൊക്കെ കഴിക്കാൻ വേണ്ടി. അവൻ മുട്ടായി ബാക്കി എല്ലാം കഴിക്കും കേട്ടോ. ചോറ് കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ കുറച്ച് നേരം നമ്മൾ ലിയോ ഉറങ്ങി കേട്ടോ. അന്നത്തേക്ക് പിന്നെ ഇതാണ് ലിയോയുടെ അമ്മ. അന്ന് അവളിങ്ങനെ അവളെ ഒരുക്കി തരണേന്ന് പറഞ്ഞു കേട്ടോ. അത് നമ്മളെ കയ്യിൽ അങ്ങനെ പ്രത്യേക സാധനങ്ങളൊന്നും കുറച്ച് ഇതൊക്കെ ബ്രഷും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ കൈ കൊണ്ട് തന്നെയാണ് ഐഷാഡോ ഒക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ. അവിടെ ചെന്നപ്പോൾ എനിക്ക് അവനെ ഒരുക്കാൻ പറഞ്ഞത്. അന്നേരം പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ അവളെ റെഡി ആക്കിയിട്ട് അവളുടെ കയ്യിൽ ഫൗണ്ടേഷൻ ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് അവളുടെ കയ്യിലുള്ളത് നമ്മുടെ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് അവളെ ചെറുതായിട്ടൊന്ന് റെഡി ആക്കി കേട്ടോ. അല്ലെങ്കിൽ ലിയോ ഉറങ്ങുമായിരുന്നു. കാരണം അവൻ അന്നേരം ഉറങ്ങി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തെങ്കിലും സമയമില്ല. പിന്നെ ലിയോനെ ഒരുക്കണം, പിന്നെ ഫോട്ടോ എടുക്കാൻ ആൾ വരും, അങ്ങനെ നമുക്ക് ഒരുങ്ങണം, അങ്ങനെ കുറേ ഇതുണ്ടായിരുന്നു കേട്ടോ. അന്നേരം അവളെ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ഈ ഐബ്രോ പെൻസിലൊക്കെ വെച്ചിട്ടോ കേട്ടോ കോണ്ടോറൊക്കെ ചെയ്ത്. എനിക്ക് ഈ മൂക്ക് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരെയും. അതൊക്കെ ചെയ്ത് കൊടുത്ത് അങ്ങനെ ഫോട്ടോഗ്രാഫർ ചേട്ടൻ വന്നു കേട്ടോ, വിനോദേട്ടൻ. അന്നേരം ചേട്ടൻ ഇങ്ങനെ ഫോട്ടോ അവൻ്റെ ഡ്രസ്സൊക്കെ നമ്മളിത് കസ്റ്റമൈസ് ചെയ്ത് എടുപ്പിച്ചു കേട്ടോ. എവിടെ നിന്ന് എനിക്ക് മറന്നു. അവളിങ്ങനെ കുഞ്ഞിൻ്റെ പേരൊക്കെ വെച്ചിട്ട്, അവൻ്റെ പേര് മെർക്ക് ലിയോ എന്നാട്ടോ പേര്. എൻ്റെ പേരൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് എടുപ്പിച്ചതായിരുന്നു ഡ്രസ്സൊക്കെ. അന്നേരം ഉറക്കമായിരുന്നു കേട്ടോ. പക്ഷേ പിന്നെ ഇപ്പോൾ ആൾ ഉണർന്നു. ഭയങ്കര സീനായിരുന്നു കേട്ടോ. അവന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആ സമയത്ത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നോളൂ അവൻ ഉറക്കം കളഞ്ഞു. ഒരു ഇതൊക്കെ ആയിട്ട് പുള്ളിക്കാരൻ ഒട്ടും നല്ല ഫോട്ടോ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അവൻ ഒട്ടും ഓക്കെ ആയിരുന്നില്ല കേട്ടോ ആ സമയത്ത്. പിന്നെ എങ്ങനെയൊക്കെയൊക്കെ പറഞ്ഞ് ഇവിടുന്ന് ആൾക്കാർ മൊത്തം വിളിച്ചും കാര്യങ്ങളൊക്കെയാണ്. ഉടുപ്പിട്ടപ്പോൾ അവനിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞ് ഉരുണ്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവൻ ഇതിന് മുന്നേ ഉറങ്ങിയതുണ്ടായിരുന്നു കേട്ടോ. ഒരു 10-15 മിനിറ്റ് മുന്നേ
മുന്നേ ഉറങ്ങിയത് കൊണ്ടാണ്. കാരണം അത്രയും നേരം കളിച്ച് ഇരിക്കുമായിരുന്നു. ഉച്ചയ്ക്ക് ഉറങ്ങിയത് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ രാവിലെ തൊട്ട്. അന്നേരം അത് കൊച്ചു ഉറങ്ങി വന്നപ്പോഴത്തേക്ക് എല്ലാവരും കൊച്ചിനെ വിളിച്ചുകൊണ്ടിരുത്തി അവിടെ പിടിക്കലും എല്ലാം കൂടി ആയിട്ട് ഒരു ചൂടും എല്ലാം കൂടി ആയിട്ട് ഒരിതായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ എല്ലാവരും വിളിച്ചൊക്കെയാണ് എടാ മോനെ നോക്കടാ, ഫോട്ടോയൊന്നും നല്ല രീതിയിൽ കിട്ടിയിട്ടില്ല. പിന്നെ ഒരു ദിവസം പോയി എടുക്കാമെന്ന് കേട്ടോ ചേട്ടൻ പറഞ്ഞത്. എടുത്ത് പോയിട്ട് പറഞ്ഞു പിന്നെ ഒരു ദിവസം പുറത്ത് എവിടെയെങ്കിലും പോയി ഫോട്ടോ എടുക്കാം. കാരണം ഒട്ടും പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. ഫംഗ്ഷൻ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നല്ലൊരു ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഇവൻ ഒട്ടും നിൽക്കുന്നില്ലായിരുന്നു. കാരണം അവന് കളിക്കണം അങ്ങനെയൊക്കെയായിരുന്നു. ഇത് തന്നെ ഞങ്ങളെല്ലാവരും വിളിച്ചാട്ടോ ചിരിച്ചാണ് ചെയ്ത്. ചിരിക്കുന്ന പോലും ഇല്ലായിരുന്നു അവൻ. ലിയോ 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 എന്തി അപ്പച്ചിയുടെ മുത്തെന്തി ലിയോ ലിയോ ലിയോയേ ലിയോയേ. ഇതെന്നെ സാവിക്കൂട്ടാണ്. സാവിയാണ്ട് ഇങ്ങനെ ചിരിക്കാതെ ചിരിയൊന്നും ഇല്ലാട്ടോ, സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അവൻ അവിടെ നടക്കുന്നതെന്നൊക്കെ ഉള്ളത്. ഇത് ഞാൻ വിളിച്ചാണ് അവനെ. അങ്ങനെ ലിയോനെ നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ വിളിച്ച് ഫോട്ടോയൊക്കെ എടുത്തിടും. 2-3 ഫോട്ടോയൊക്കെ കിട്ടി. നല്ല ഫോട്ടോ എന്ന് പറഞ്ഞിട്ടും കിട്ടിയിട്ടില്ല. പിന്നെ നമുക്ക് സമയം കേട്ടോ പള്ളിയിലോട്ട് പോകാനുള്ളത്. നമുക്ക് 4 മണിക്കായിരുന്നു ഉണ്ടായിരുന്നത്. അന്നേരം പിന്നെ അവിടെ പള്ളിയിലോട്ട് പോകാനുള്ള ഇതാക്കിയ കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്നില്ല വീഡിയോസൊക്കെ എടുത്തേക്കുന്നത്. തെറ്റ് ഇങ്ങനെ കാണും, കുറവ് തെറ്റുകുറ്റങ്ങൾ കാണും, ക്ഷമിക്കുക. അതല്ല പള്ളിയിലെത്തി കേട്ടോ. നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ ഫാമിലി. ഇതൊക്കെയാണ് നമ്മൾ കുറച്ച് പേരാണ് പള്ളിയിൽ വന്നു. അച്ഛൻ വന്നിട്ട് നമ്മൾ അത് പ്രാർത്ഥിച്ചൊക്കെ അകത്തോട്ട് കയറ്റിയിട്ട്. ഇതായിട്ട് ലിയോയുടെ പപ്പാണ് ഈ വൈറ്റ് ഷർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ വന്നിട്ട് പ്രാർത്ഥനയൊക്കെ പറഞ്ഞു. പിന്നെ കുഞ്ഞിന് പേരൊക്കെ ചോദിച്ചു. തലോട്ടമ്മയൊക്കെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പിന്നെയൊക്കെ നമ്മൾ അകത്തോട്ട് കയറത്തുള്ളൂ. ലിയോ നല്ല കരയാതിരുന്നുണ്ട്. നമ്മൾ വിചാരിച്ചത് അവൻ കരയുമെന്നൊക്കെയാണ്. പക്ഷേ അവൻ കരഞ്ഞില്ല കേട്ടോ. അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അച്ഛൻ എന്താ പറയുന്നത്, ഇതെന്ത് നടക്കുന്നത്. കൊച്ചിനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. കൊച്ചിങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ അച്ഛൻ എല്ലാവരും കുരിശിട്ട് കൊടുക്കാൻ പറഞ്ഞു. കൊച്ചിങ്ങനെ എല്ലാവരും കുരിശൊക്കെ സ്വീകരിച്ച് ഒരു കുഴപ്പമില്ലാതൊക്കെ ഇരുന്നു കേട്ടോ അവൻ. പിന്നെ പള്ളിക്കകത്ത് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ കൂടുതൽ വോയിസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ പള്ളിയുടെ അവിടെ ഇങ്ങനെ ആൻറ്റിമാരൊക്കെ തൂക്കി വൃത്തിയാക്കി ചെയ്യുകയാണ് പള്ളി. എന്നാൽ അതിൻ്റെ സൗണ്ടൊക്കെ കാരണം ഫുൾ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര സൗണ്ടും കാര്യങ്ങളും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വോയിസ് കൂടുതലും കൊടുക്കുന്നത്. പള്ളിയുടെ ഇത് പറയുന്നതെന്ന് അച്ഛൻ പറയുന്നതൊന്നും കേൾപ്പിക്കാത്തത് കേട്ടോ. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് അത് പുറത്ത്. അന്നേരം ഇവിടെ ഈ സമയത്തൊക്കെ അവൻ ഡ്രസ്സൊക്കെ വരുമ്പോൾ കുറച്ച് ഇതായിരുന്നു പുള്ളിക്കാരൻ. പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അവന്. ഇതൊക്കെ അപ്പം ഇങ്ങനെ കുറിച്ച് ചീനിട്ടൊരു ചെറുതായിട്ടൊന്ന് കരഞ്ഞു കേട്ടോ ആള്. പിന്നെ ഇങ്ങനെ മുട്ടായി അത് ഇതൊക്കെ കാണിച്ചിട്ടാണ് ആളൊന്ന് ഇരുന്നത്. പക്ഷേ നമ്മൾ പ്രതീക്ഷ അത്രയും വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നെ അതിങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും അതും കുറച്ചൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. അവന് ഇഷ്ടപ്പെട്ടില്ല അതും. ഇങ്ങനെ നമുക്ക് മമ്മൂദീസ് കൂട്ടി ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടല്ലേ അതും ആൾ തുടച്ചുകളാൻ നോക്കുമായിരുന്നു. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മമ്മൂദീസ കഴിഞ്ഞു എന്നാണ് പറയാം. അതിങ്ങനെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങളെ അൽത്താരുടെ ഫ്രണ്ടിൽ കിടത്തിയൊക്കെ ഫോട്ടോ എടുക്കില്ലേ. പക്ഷേ ഇവൻ്റെ അങ്ങനെയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. നല്ല ഫോട്ടോ ഒന്നും കിട്ടിയില്ലെന്നാണ് ചേട്ടൻ പറഞ്ഞത്. കാരണം അവൻ ഒട്ടും ഇരിക്കുന്നില്ലായിരുന്നു ഫോട്ടോ ഒക്കെ എടുക്കാൻ. പിന്നെ ചേച്ചിയും ഇത് ചേച്ചിയുടെ അമ്മായിയപ്പനും അമ്മായിയമ്മയും കേട്ടോ. അവർ പപ്പയും അമ്മയും വന്നായിരുന്നു. അവരായിട്ട് നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. ലിയോ ഒന്നിച്ചിരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുകയാണ് എന്തുവാ ഒരു ഇതുപോലെ. കൊച്ചാണെങ്കിൽ മൊത്തത്തിൽ മടുത്തിട്ട്. പിന്നെ ഇത് അവരുടെ ഫാമിലി എന്ന് പറയുന്നത്. പിന്നെ ഇത് ലിയോയുടെ പപ്പയും അമ്മയും. ഇതിൽ അവൻ ചിരിച്ചൊക്കെ ചെയ്തു കേട്ടോ. അതായത് വീട്ടിൽ വന്നപ്പോൾ കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതങ്ങനെ അവൾ കസ്റ്റമൈസ് ചെയ്ത് പറഞ്ഞ് ചെയ്യിപ്പിച്ച കേട്ടോ ഈ കേക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിങ്ങനെ തലോട്ടമ്മയും കൊച്ചിനെ കൊടുക്കില്ല അമ്മേനെ അപ്പൻ്റെയും കയ്യിൽ. അങ്ങനെ ഇതൊക്കെ കേട്ടോ. ഇത് കഴിഞ്ഞ് എനിക്ക് കൂടുതലും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോ ഒന്നും കൂടുതൽ എടുക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അതേ മറന്നുപോയി വീഡിയോ എടുക്കുമ്പോൾ. എൻ്റെ ഫോണിൽ സ്ഥലവും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെ മാമനാട്ടോ വല്യപ്പ കേട്ടോ അച്ഛൻ പറഞ്ഞ് പിടിച്ച് കേക്ക് മുറിപ്പിക്കണ്ടേന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരം അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. കൊച്ചിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേക്ക് മുറിച്ചത്. കേക്ക് വായി വെച്ച് കൊടുത്തിട്ട് അവൻ കഴിക്കുന്നില്ലായിരുന്നു ആദ്യമൊന്നും. പിന്നെ ആക്കിങ്ങനെ മധുരം തട്ടിയപ്പോഴാണ് പിന്നെ കഴിച്ചു തുടങ്ങിയത് കേട്ടോ. ആദ്യം ഭയങ്കര പാടായിരുന്നു ആൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ എല്ലാവരും കേക്കൊക്കെ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് അവൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു കേട്ടോ. കാരണം ഒട്ടും നിൽക്കുന്നില്ലായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് സുന്ദരക്കുട്ടൻ ഒരുങ്ങി നിന്നിട്ട് ഒരു കാര്യമില്ലായിരുന്നു കേട്ടോ. അവൻ ഫോട്ടോ എടുക്കാൻ ഒട്ടും ഇല്ല. പിന്നെ ചേട്ടന്മാർ പുറത്ത് കൊണ്ടുപോയി എടുക്കാമെന്ന് പറഞ്ഞു ഫോട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അത് കുറച്ച് ഒരു മെമ്മറി ആയിട്ട് കിടക്കട്ടെ എന്ന് വെച്ചിട്ട് ഇട്ടാണ്. എനിക്ക് ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു വീഡിയോസ്. ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ കേട്ടോ. ഇത് എൻ്റെ സാൻവിക്കുട്ടി കേട്ടോ. അവൾ ഞാനുമായിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇത്.